നമ്മുടെ വീടുകളിൽ ഉള്ള ചില അന്ധവിശ്വാസങ്ങളാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തിലേക്ക് വന്നാലും ദൈവസഭയിലേക്ക് വന്നാലും പലപ്പോഴും ഈ വിശ്വാസങ്ങൾ നമ്മളെ വിട്ടു പോകാറില്ല. അതിനെക്കുറിച്ചാണ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നത്. ഇത് arrayshenshain.in യൂട്യൂബ് ചാനൽ മലയാളം വെർഷൻ. ഞാൻ കർത്തരിൽ പ്രിയപ്പെട്ട സഹോദരൻ വരും. ഇന്നത്തെ ചില അന്ധവിശ്വാസങ്ങളെ കുറിച്ച് നമുക്ക് കാണാം. ക്രിസ്ത്യാനികളിടയിലെ ഉള്ള ഒരു വലിയ വിശ്വാസമാണ്, നമ്മുടെ വീടുകളിൽ പോലും, നല്ലോണം പ്രാർത്ഥിക്കുന്ന ചില വീടുകളിൽ പോലും പിശാച് വരും, അല്ലെങ്കിൽ സൈത്താനിയ ശക്തികൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ കൂടി വരുന്ന സഭകളിൽ സൈത്താന്യമായ ശക്തികൾക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അഥവാ വന്നാലും അവിടെ അവർക്ക് ശക്തി ഇതെടുക്കാൻ സാധിക്കുകയില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും പിശാച് പിടിച്ച അല്ലെങ്കിൽ സൈത്താന്യ ബാധിതരായ പലരും സഭകളിലേക്ക് വരികയും അവിടെ നിന്ന് വിടുതല പ്രാപിച്ചു പോവുകയും നമ്മൾ കാണുന്നുണ്ട്. അതേ നേരത്തിൽ തന്നെ പിശാച് സഭയിലേക്ക് വരത്തില്ല എന്നുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു തെറ്റായ വിശ്വാസമാണ്. എന്തുകൊണ്ടല്ല, ഇത് ഞാൻ പറയുമ്പോൾ തന്നെ പലരും ചിന്തിക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതെങ്ങനെയാണ് സഭയിലേക്ക് എങ്ങനെ പിശാച് വരും, അങ്ങനെ വരൂല്ല എന്ന് പറയും. അങ്ങനെ എന്താ വെച്ചാൽ അത് ദൈവസന്നിധിയാണ്. ദൈവസന്നിധിയിലേക്ക് എങ്ങനെ പിശാച് വരാൻ സാധിക്കില്ല, അവിടെ തീ മതിലുണ്ട് എന്നൊക്കെ പറയും. ഈ പറയുന്ന കാര്യത്തിന് ആധാരമായി ഞാൻ ഒരു കാര്യം മാത്രം ഞാൻ ബൈബിളിൽ നിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യോബിൻ്റെ പുസ്തകത്തിൽ ഹെവനിലേക്ക് പോകുന്ന ദൂതന്മാരുടെ കൂടെ സാത്താനും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ സാത്താനും അവിടെ വന്ന് നിന്ന് ദൈവവുമായി സംസാരിച്ചു എന്ന് നമ്മൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്ന സ്ഥലത്ത് പോലും പിശാച് വരാൻ സാധിക്കും. പക്ഷെ അവന് നമ്മൾ സ്ഥലം കൊടുക്കാതെ ജയിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ തീയായി മാറുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ തീയായി മാറുമ്പോൾ മാത്രമേ അവന് നമ്മളെ തൊടാൻ സാധിക്കാൻ കഴിയാതെ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതം ശരിയില്ലാതെ നമ്മൾ ചർച്ചയിൽ പോയാൽ മാത്രം നമ്മളിൽ നിന്നുമുള്ള എല്ലാ പൈശാചിക ബന്ധനങ്ങളും അകന്നു പോകാൻ യാതൊരു സാധ്യതയുമില്ല. നമ്മളെ കൊണ്ട് അവിടെ ഉള്ളവർക്ക് പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പിശാച് ട്രൈ ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം. ഇതുപോലെ വേറൊരു കാര്യമുണ്ട്. പൊതുവെ നമ്മൾ ക്രിസ്ത്യാനികൾ ഉറങ്ങാൻ ചെല്ലുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കുന്നവർ പലരുമുണ്ട്. അതുപോലെ ചിലർ ബൈബിൾ വായിച്ചിട്ട് അവരുടെ പില്ലോന്റെ അടിയിൽ കൊണ്ടുപോയി ബൈബിൾ വെക്കും, അല്ലെങ്കിൽ അവർ കിടക്കുന്ന മേശയുടെ തലമാട്ടിൽ തന്നെ ബൈബിൾ വെക്കും. എന്തിനാന്ന് വെച്ചാൽ, അങ്ങനെ വയ്ക്കുമ്പോൾ ഒരു മോശമായ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ വരത്തില്ല, അല്ലെങ്കിൽ പൈശാചികമായ ബന്ധനങ്ങൾ നമ്മളെ തൊടാൻ സാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസം പൊതുവെ ക്രിസ്ത്യാനികളിൽ ഇടയിൽ ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ബൈബിള് നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നാൽ പോലും പിശാചിന് അതൊരു വലിയ പ്രശ്നമേ അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, യേശുക്രിസ്തു തൻ്റെ സുവിശേഷ വേല സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പൈശാചിക ശോധനകൾ വരുമ്പോൾ സാത്താൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ദൈവവചനം വെച്ചാണ് യേശുക്രിസ്തുവിനെ അവൻ പരിശോധിക്കുന്നത്. ദൈവവചനം അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് പിശാചിന് കാണിച്ചാൽ പിശാച് പേടിക്കണം എന്നുള്ള ഒരു ആവശ്യം ഇല്ലവേ ഇല്ല. പക്ഷേ ആ വചനപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് പിശാച് നമ്മളെ വിട്ട് അകന്നു പോകുന്നത്. അതുപോലെ തലയിൽ പില്ലോന്റെ അടിയിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ സൈഡിൽ തലമാട്ടിൽ കൊണ്ടുപോയി ബൈബിൾ വെക്കുന്നത് കൊണ്ടോ പിശാച് നമ്മളെ തൊടാൻ സാധിക്കില്ല എന്നുള്ള വിശ്വാസം ഒരു അന്ധവിശ്വാസമാണ്. മറിച്ച് ആ വചനങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ, ആ വാക്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്ത് അതിന് പ്രകാരം ജീവിക്കാൻ എനിക്ക് സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കിടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സൈത്താനിക ബന്ധനങ്ങൾ അല്ലെങ്കിൽ സൈത്താനിക പോരാട്ടങ്ങളിൽ നിന്ന് നമ്മൾക്ക് ഈസി ആയിട്ട് ജയം പ്രാപിക്കാൻ സാധിക്കും. ഈ ലോകത്തിലുള്ള മറ്റൊരു കാര്യമാണ്
പലപ്പോഴും നമ്മൾ പോകുന്ന സഭകൾ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ചില പാസ്റ്റർമാരെ അല്ലെങ്കിൽ ചില നല്ല വ്യക്തികളെ, സഭയിൽ കാണുന്ന ചില നല്ല വിശ്വാസികളെ നമ്മൾ ദൈവമാക്കി തന്നെ നമ്മൾ കണക്കാക്കും. എന്ന് വെച്ചാൽ അവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ ഇടപാട് അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേട്ടിട്ട് പലപ്പോഴും പൊതുവെ പാസ്റ്റർമാരെയാണ് നമ്മൾ അങ്ങ് ദൈവത്തിലേക്ക് നമ്മൾ സമമാക്കി കാണുക. സോ സമമാക്കി കാണുന്നത് മൂലം ഇത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ വിസിറ്റിങ്ങിന് വരണം അല്ലെങ്കിൽ കോട്ടേജ് മീറ്റിംഗ് വെക്കണം എന്ന് ചോദിക്കുമ്പോൾ പല വിശ്വാസികളും ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വന്നാൽ ദൈവം വന്ന പോലെയാണ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറയുന്നത് പാസ്റ്റർ വന്നാൽ മാത്രമല്ല, നമ്മൾ മര്യാദയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ശക്തനാണ്. മറിച്ച് അവർ പാസ്റ്ററാണ് അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഒരു നമ്മുടെ ലീഡറാണ്. സോ ദൈവം നമുക്ക് തന്ന ലീഡറാണ്, അവരെ ബഹുമാനിക്കണം വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് സമമാക്കി ബഹുമാനിക്കരുത്. മറിച്ച് അവരും ഒരു മനുഷ്യരാണ്, അവരിലും ചില കുറവുകൾ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ദൈവത്തിന് സമമാക്കി നമ്മൾ ബഹുമാനിക്കുമ്പോൾ ചില സമയങ്ങളിൽ അവരുടെ ബലഹീനതകൾ നമ്മൾ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ പിന്മാറിപ്പോകാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. സോ അങ്ങനത്തെ ഒരു സമാനമാക്കുന്ന ദൈവത്തിന് സമമാക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് നമ്മളുടെ വീഴ്ചയ്ക്ക് തന്നെ കാരണമാകും. സോ അങ്ങനത്തെ ഒരു വിശ്വാസം ദൈവത്തിലേക്ക് പാസ്റ്റർമാർ അല്ലെങ്കിൽ ശുശ്രൂഷക്കാര് ദൈവവേല ചെയ്യുന്നവർ നമ്മൾ ഏത് കാലത്തും അവരെ ഒരു ദൈവത്തിലേക്ക് സമമായ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണ്. അതേപോലെ നമ്മൾ എവിടെയെങ്കിലും പുറപ്പെട്ടു പോകുന്ന സമയത്ത് ജോലിക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ടൂറിന് പോയാൽ പോലും പലരും പറയുന്നത് എടാ ഒരു വാക്ക് ബൈബിൾ വായിച്ചിട്ട് പോ എന്ന് പറയുന്നത് പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. പിള്ളേർക്ക് പോലും ചർച്ചിൽ പോയാലും ശരി, സ്കൂളിലേക്ക് പോയാലും ശരി, ഒരു വാക്ക് ബൈബിൾ വായിച്ചിട്ട് പോ എന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഞാൻ ചിലരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ബൈബിളിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു വാക്യം വായിച്ചിട്ട് പോയാൽ ആ വാക്യം തന്നെ നമ്മളിൽ നിന്ന് നമ്മളെ സൂക്ഷിക്കും. അതുപോലെ ദൈവത്തിൻ്റെ ആ ഒരു സെക്യൂരിറ്റി നമുക്കുണ്ടാവും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ഒരു അന്ധവിശ്വാസമാണ്. എന്തെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുന്നത് തെറ്റല്ല. ഫോണിലേക്ക് മുമ്പ് ബൈബിൾ വായിക്കാം, ഇരുന്ന് വായിക്കാം, പോണ വഴിയിൽ മൊബൈൽ ആപ്പ് വെച്ച് വായിക്കാം, എങ്ങനെ വേണമെങ്കിലും വായിക്കാം. പക്ഷേ ആ വാക്യം വായിച്ചത് കൊണ്ട് നമ്മൾക്ക് ദൈവം സെക്യൂരിറ്റി തരുമെന്നോ അല്ലെങ്കിൽ ആ വാക്യത്തിലുള്ള അനുഗ്രഹപ്രകാരം നമുക്ക് നടക്കുമെന്നോ നമ്മൾ ഉദ്ദേശിക്കരുത്. മറിച്ച് ആ വാക്യത്തെ നമ്മൾ ധ്യാനിച്ചു പോയാൽ പലപ്പോഴും ദൈവത്തിൽ നിന്നും പല വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ജീവിതം തന്നെ മാറ്റുന്ന പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. സോ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇന്നും പല ക്രിസ്തീയ വീടുകളിൽ അല്ലെങ്കിൽ ക്രിസ്തീയ വ്യക്തികളിൽ ഇന്നും അത് ഫോളോ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ട് എന്ത് വലിയ കാര്യം? ഇതൊന്നും വലിയ കാര്യമല്ല. ഇത് നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ ആത്മീയമായ ജീവിതത്തിനോ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കയില്ല എന്ന് നമ്മൾ പറയാം. പക്ഷേ ഞാൻ പറയുന്നത് പോലെ ചർച്ചിലേക്ക് പോയാൽ പിശാചിന്റെ പോരാട്ടം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ തലവണിയുടെ അടിയിൽ ബൈബിൾ വെച്ചാൽ നമുക്ക് പോരാട്ടം വരികയില്ല എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത പല അവിശ്വാസങ്ങളെയാണ് നമ്മുടെ ഹൃദയത്തിൽ തരുന്നത്. ദൈവത്തിലേക്കുള്ള വിശ്വാസത്തെ വിട്ടിട്ട് പലപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ വിശ്വാസവും എല്ലാം തന്നെ വേറെ ഒരിടത്തിലേക്ക് തിരിയാൻ സാധിക്കുന്നുണ്ട്. സോ ഇങ്ങനെ തിരിയുന്നത് മൂലം നമ്മൾ പോകേണ്ട സ്ഥലത്തിലേക്ക് പോയി എത്താതെ പലപ്പോഴും നമ്മൾ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രയോഗം ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ സാത്താനും നമ്മളെ വഴിതിരിക്കാൻ ഈസിയായി തീരും. എവിടെ പോയാലും ബൈബിൾ ഒരു വാക്ക് വായിച്ചിട്ട് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പാസ്റ്റർമാർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ അവർ ബഹുമാനിക്കുന്നത് കൊണ്ടോ തെറ്റല്ല. പക്ഷേ
പാസ്റ്റർമാർ ദൈവത്തിന് സമമായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ കമ്പൽസറി ബൈബിൾ ഒരു വാക്ക് വായിച്ചിട്ട് പോകണം എന്ന് പറയുന്നതോ പലപ്പോഴും നമ്മുടെ വഴി തന്നെ മാറാൻ സാധ്യതയുണ്ട്, നമ്മുടെ ചിന്തകളും മാറാൻ സാധ്യതയുണ്ട്. അതിന് പകരം ദിവസവും ഞാൻ ഒരു സമയം വച്ചിട്ട് ആ സമയത്ത് ഞാൻ വെളുപ്പിനെ എണീറ്റ് പ്രാർത്ഥിച്ച ശേഷം ബൈബിൾ വായിക്കുക, അല്ലെങ്കിൽ കിടക്കണേക്ക് മുമ്പ് ഞാൻ ബൈബിൾ വായിച്ചിട്ട് കിടക്കും. ആ ഒരു നല്ല ചിന്തയോടെ ഞാൻ കിടക്കാൻ ദൈവസന്നിധിയിൽ ബൈബിൾ വായിച്ച് സന്തോഷത്തോടെ ഞാൻ കിടക്കും. അതേപോലെ അങ്ങനത്തെ ഒരു ചിന്ത നമ്മൾ വളർക്കുമ്പോൾ പലപ്പോഴും അത് ദൈവാനുഗ്രഹത്തിന് നമ്മൾക്ക് സാധ്യതയായിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പിശാച് നമ്മളെ വഞ്ചിക്കാതിരിക്കാനും വളരെ സഹായമായിരിക്കും. അതുപോലെ ദൈവ വേലക്കാരെ ഞാൻ ബഹുമാനിക്കും, പക്ഷെ അവർ ഒരു മനുഷ്യരാണ്, അവർക്കും ബലഹീനത ഉണ്ട് എന്നുള്ള ചിന്ത ഉള്ളത് മൂലം അവർ വീണുപോയാലും നമ്മൾ വീഴാതെ നമ്മൾ ദൈവകാര്യങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തിൽ തന്നെ വിശ്വസിച്ച് നിൽക്കാനും സാധിക്കും. സോ ഈ വക കാര്യങ്ങൾ നമ്മൾ ചിന്തയിൽ വെച്ചുകൊണ്ട് ജീവിക്കാം. കർത്താവിൻ്റെ വരവിനും അതുപോലെ നമ്മുടെ ജീവിതം ഒരുങ്ങാൻ ഇത് വളരെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള മെസ്സേജസ് കേൾക്കാൻ arraysunshine.in എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക.